ഇന്ന് രാത്രി 12 മണിയോടുകൂടി 2020 അവസാനിക്കുകയാണ്. പുതിയ പ്രതീക്ഷകളുമായിട്ടാണ് 2021ലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. ഒപ്പം വലിയ ആശങ്കയുമുണ്ട്. വരുന്ന വർഷവും 2020 നമുക്ക് തിരിച്ചടികൾ ഉണ്ടാവുമോ എന്ന്. 2020 നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടി വരവേറ്റ വർഷമായിരുന്നു. ഒരുപാട് പ്ലാനിങ്ങുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ തുടക്കം മുതൽ നമ്മുടെ പ്ലാനുകൾക്ക് വിപരീതമായിട്ടാണ് കാര്യങ്ങൾ സംഭവിച്ചത്. മാർച്ച് പകുതിയായപ്പോഴേക്ക് ലോകം മുഴുവൻ ലോക്ക്ഡൌൺ ആയി. മനുഷ്യർ മുഴുവൻ ഒരു ജോലിയുമില്ലാതെ വീട്ടിൽ അടച്ചിട്ടിരിക്കുന്ന ഒരവസ്ഥ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മുടെ തലമുറയ്ക്ക് കാണേണ്ടി വന്നു. ഒപ്പം മറ്റു പല ദുരന്തങ്ങളുടെ വാർത്തകളും നമ്മൾക്ക് കേൾക്കാനിടയായി. മൊത്തത്തിൽ 2020 ഒരു ദുരന്ത വർഷമായി തീർന്നു. ആ ഒരു സംഖ്യ തന്നെ പലരും നിർഭാഗ്യത്തിന്റെ സംഖ്യയായിട്ട് കാണാൻ തുടങ്ങി. ഒരുപാട് മനുഷ്യർ രോഗികളായ, ഒരുപാട് പേർ മരിച്ചു വീണ, ജനങ്ങൾക്ക് ജോലിക്ക് പോകാനോ ഒന്ന് പുറത്തിറങ്ങാനോ പോലും പറ്റാതായ ഈ വർഷത്തെ ദുരന്ത വർഷം എന്നല്ലാതെ എന്തു പേരിട്ട് വിളിക്കാനാ അല്ലേ? പ്രത്യക്ഷത്തിൽ കാര്യങ്ങളുടെ കിടപ്പ് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ഒരു വർഷത്തിൽ നമുക്ക് ലഭിച്ച നേട്ടങ്ങൾ ഒട്ടേറെയാണ്. നമ്മൾ ഏതൊരു കാര്യത്തിലും ചെറിയൊരു പോസിറ്റീവ് വശമെങ്കിലും കണ്ടെത്താൻ ശ്രമിച്ചാൽ നമ്മുടെ മൈൻഡ് സ്ട്രോങ് ആയി മാറും. അതുപോലെ 2020 സംഭവിച്ച, നമുക്ക് ലഭിച്ച നല്ല കാര്യങ്ങളെ നമ്മൾ കൂടുതൽ ആഘോഷിക്കുമ്പോൾ നമ്മൾക്ക് കൂളായിട്ടിരിക്കാൻ പറ്റും. അത്തരത്തിലുള്ള 2020 നമുക്ക് ലഭിച്ച നേട്ടങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഒന്നാമതായി, ലോക്ക്ഡൌൺ മൂലം മനുഷ്യർ മുഴുവൻ വീട്ടിലിരിക്കുകയും ഫാക്ടറികളും മറ്റ് സംരംഭങ്ങളൊക്കെ അടഞ്ഞു കിടക്കുകയും ചെയ്തപ്പോൾ വായു മലിനീകരണം വലിയൊരളവിൽ കുറയുകയും പ്രകൃതി ശുദ്ധമാവുകയും ചെയ്തു. ഗംഗാ നദിയും യമുന നദിയുമൊക്കെ ശുദ്ധ ജലമായിട്ട് തിരിച്ചു വന്ന വാർത്തകൾ നമ്മളൊക്കെ വായിച്ചതാണ് ലോക്ക്ഡൌണിന്റെ തുടക്കത്തിൽ. അതുപോലെ തന്നെ വന്യജീവികൾക്ക് കൂടുതൽ ശുദ്ധവും ശാന്തവുമായ അന്തരീക്ഷം ലഭിച്ചു തുടങ്ങി. അങ്ങനെ ആവാസ വ്യവസ്ഥ കൂടുതൽ കാര്യക്ഷമമാകാൻ തുടങ്ങി. രണ്ടാമതായി, വൃത്തിയുള്ള പരിസരങ്ങളും ജീവിത രീതികളും അതുപോലെ തന്നെ സാമൂഹിക അകലവും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തുടങ്ങിയപ്പോൾ ജീവിതശൈലി രോഗങ്ങളും മറ്റു അസുഖങ്ങളൊക്കെ വലിയൊരളവിൽ കുറഞ്ഞു. മരുന്നിന്റെ ഉപയോഗവും വലിയ അളവിൽ കുറഞ്ഞത് നമ്മളൊക്കെ വാർത്തയിൽ വായിച്ചതാണ്. അത്തരത്തിലുള്ള വലിയൊരു നേട്ടം ഈ 2020 നമുക്കുണ്ടായി എന്നതാണ് സത്യം. മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ, ബിസിനസ് മേഖലകളിൽ പുതിയ ചിന്തകളും നൂതനമായ ആശയങ്ങളും ഉടലെടുത്തു. ചെറുകിട മുതൽ വ്യത്യസ്ത തരം ബിസിനസ് സാധ്യതകൾ കണ്ടെത്താൻ ജനങ്ങൾക്ക് സാധിച്ചു. കുക്കിംഗ്, ആർട്ട് വർക്ക്, മറ്റ് ഡിജിറ്റൽ മേഖലയിലെ ബിസിനസ്സുകളൊക്കെ ഇതിന് വലിയ ഉദാഹരണങ്ങളാണ്. നാലാമതായിട്ട്, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ കൂടുതൽ ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കാൻ നമ്മളൊക്കെ പഠിച്ചു ഈ 2020. ലോകം മുഴുവൻ ഓൺലൈനിലേക്ക് ചേക്കേറിയപ്പോൾ വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് വളരെ ക്രിയാത്മകമായിട്ട് പ്രതിഷേധം നടത്താനും ചാരിറ്റികൾ നടത്താനും കഴിയുമെന്ന് നമ്മൾക്ക് 2020 എന്ന വർഷം തെളിയിച്ചു തന്നു. പിന്നെയുള്ള ഒരു നേട്ടമാണ് വീട്ടിനുള്ളിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യാൻ നമ്മൾ സന്നദ്ധരായത്. ഒരു ജോലി ചെയ്യണമെങ്കിൽ വീടിന്റെ പുറത്തിറങ്ങിയിട്ട് ഏതെങ്കിലും സ്ഥലത്തേക്ക് സഞ്ചരിക്കേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. വീട്ടിന്റെ അകത്തളങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ ലക്ഷങ്ങൾ സമ്പാദിച്ച ആളുകളെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കേട്ടു. നമ്മുടെ പരിസരത്തൊക്കെ അത്തരത്തിലുള്ള ആളുകളെ നമ്മൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ മറ്റൊരു നേട്ടമാണ് ചിലവ് കുറഞ്ഞ ഓൺലൈൻ വിദ്യാഭ്യാസം നമ്മൾക്ക് കൂടുതൽ പരിചിതമായത് 2020 ലോകത്തിന്റെ ഏതു മൂലയിലുള്ള ആൾക്കും അയാൾക്ക് ഇഷ്ടമുള്ള യൂണിവേഴ്സിറ്റികളിലോ സ്കൂളുകളിലോ ഇഷ്ടമുള്ള കോഴ്സ് ചെയ്യാൻ സാധിക്കും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു നേട്ടം. കോഴ്സിയറ പോലെയുള്ള വെബ്സൈറ്റുകൾ ഉപയോഗിച്ച് 100-ലധികം കോഴ്സുകളിൽ സർട്ടിഫിക്കറ്റ് നേടിയ മലയാളികളായ ആളുകളെ കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മൾക്കും അത്തരത്തിലുള്ള അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ കാര്യക്ഷമമായ ഓൺലൈൻ വിദ്യാഭ്യാസം നേടാൻ കഴിയുമെന്നത് 2020 നമ്മൾ മനസ്സിലാക്കിയത്. പിന്നീടുള്ള ഒരു നേട്ടമാണ് സമൂഹത്തിലെ പാവപ്പെട്ട രോഗികളെ കുറിച്ചുള്ള, നിരാലംബരായ ആളുകളെ കുറിച്ചുള്ള ശ്രദ്ധ കൂടുതൽ ജനങ്ങളിലേക്ക് വന്നു എന്നത്. അവരെ സഹായിക്കാനും അവർക്ക് വേണ്ടി സമയം കണ്ടെത്താനും ഒക്കെ കൂടുതൽ ആളുകൾ മുന്നോട്ട് വന്നു. ഈ ലോക്ക്ഡൌൺ കാലത്താണ് പലർക്കും അത്തരത്തിലുള്ള ചിന്തകളൊക്കെ മനസ്സിൽ വന്നു തുടങ്ങിയത്. 2020 എന്ന വർഷത്തിൽ ലോക്ക്ഡൌൺ ഉണ്ടായതുകൊണ്ട് മാത്രം ലഭിച്ച ഒരു നേട്ടമായിട്ടാണ് അതിനെ കാണാൻ സാധിക്കുക. പിന്നീട് എടുത്തു പറയുകയാണെങ്കിൽ, ഓൺലൈനിലും അല്ലാതെയുമായിട്ട് ഒരുപാട് വോളണ്ടിയറിംഗ് അവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. നേരത്തെ തന്നെ ഓഫ്ലൈനിൽ സജീവമായിരുന്ന പല വോളണ്ടിയറിംഗ് കമ്മ്യൂണിറ്റികളിൽ ഓൺലൈൻ കമ്മ്യൂണിറ്റികൾ സജീവമായിട്ട് തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങി. ദ ഗുൽമോഹർ ഫൗണ്ടേഷൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ വോളണ്ടിയറിംഗ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളൊക്കെ അതിന് വലിയ ഉദാഹരണങ്ങളാണ്. അവർ നേരത്തെ ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമുകളിൽ സജീവമായിരുന്നു, പക്ഷേ അത് കൂടുതൽ ഓൺലൈനിൽ ക്രിയാത്മകമായിട്ട് ചെലവഴിക്കാൻ ഈ 2020 എന്ന വർഷത്തിൽ സാധിച്ചു.
പിന്നീട് എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യമാണ്, ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ സന്തോഷം കണ്ടെത്തുന്നത് ജനങ്ങളൊക്കെ പതിവാക്കി മാറ്റി. നമ്മളൊക്കെ ആദ്യം ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്ക് പൊട്ടിത്തെറിക്കുന്ന അല്ലെങ്കിൽ മനസ്സ് വിങ്ങുന്ന ആളുകളായിരുന്നു പലരും. പക്ഷേ 2020 എന്നൊരു വർഷം നമ്മളെ പഠിപ്പിച്ച ഏറ്റവും വലിയൊരു കാര്യമാണ്, നമ്മളൊക്കെ എത്രയോ വലിയ അനുഗ്രഹങ്ങളിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ സന്തോഷം കണ്ടെത്താൻ നമ്മളൊക്കെ ശ്രമിക്കണം. അങ്ങനെ ശ്രമിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ സന്തുഷ്ടകരമാകുമെന്ന കാര്യം ഈ 2020 നമ്മെ പഠിപ്പിച്ചു. പല ആളുകളും പുതിയ പല പരീക്ഷണങ്ങളും നടത്തിയിട്ട് അതിലൂടെ ആനന്ദം കണ്ടെത്താൻ ശ്രമിച്ചു. അങ്ങനെയാണ് ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ സന്തോഷം കണ്ടെത്തിയാൽ മതി എന്ന വലിയൊരു പാഠം നമ്മൾക്ക് ലഭിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നേട്ടമാണ്, ജനങ്ങളൊക്കെ മിക്ക ആളുകളും കൃഷി പോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ തിരിഞ്ഞത്. അതും ഈ 2021 വലിയൊരു നേട്ടമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് 2020 എന്ന ഈ വർഷത്തിൽ നമുക്ക് ലഭിച്ച നേട്ടങ്ങൾ. പക്ഷേ വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടുതലാവുമെന്നൊരു പേടിയുള്ളത് കൊണ്ട് ഇത്ര മാത്രം ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് 2020 എന്ന വർഷത്തിൽ ലഭിച്ച നേട്ടങ്ങളും കോട്ടങ്ങളൊക്കെ കമന്റിൽ എഴുതാൻ പറ്റും. നിങ്ങളൊക്കെ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.